ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പ് ധ്യാനത്തിലൂടെ കനാലിൽ പ്രവേശിക്കുന്ന ഈ പ്രത്യേക ബൈബിൾ പഠന പദ്ധതി നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ ഒരധ്യായം ഒരു ദിവസം വായിക്കുന്നു, അതിൻ്റെ ഊർജ്ജം ലഭിച്ച് അതിലെ അന്തസത്ത മനസ്സിലാക്കി ധ്യാനത്തിലൂടെ നമുക്ക് വളരുവാനായിട്ട് സാധിക്കുന്നു. പുറപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ അതിനുശേഷം മോശെ അഹരോനും ചെന്ന് ഫറവോനോട് മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എൻ്റെ ജനത്തെ വിട്ടയക്കണം എന്നിപ്രകാരം ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഫറവോൻ ഇസ്രായേലിനെ വിട്ടയപ്പാൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ വാക്കുകൾ കേൾക്കുന്നതിന് അവനാർ, ഞാൻ യഹോവയെ അറിയുകയില്ല, ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുകയുമില്ല എന്ന് പറഞ്ഞു. അവൻ്റെ അഹങ്കാരമാണ്, ദൈവത്തെ വെല്ലുവിളിക്കുന്നവനാണ്. 3-ാം വാക്യത്തിൽ അതിന് മറുപടി പറയുകയാണ്. അതിനവർ പറയുകയാണ്, അതിനവർ എബ്രായരുടെ ദൈവം ഞങ്ങൾക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നു, അവൻ മഹാമാരിയാലോ വാളാലോ ഞങ്ങളെ ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് ഞങ്ങൾ 3 ദിവസത്തെ വഴി മരുഭൂമിയിൽ പോയി ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് പറഞ്ഞു. ദൈവത്തിന് യാഗം കഴിക്കാനായിട്ട് ഞങ്ങളെ മരുഭൂമിയിലേക്ക് വിടണം. മരുഭൂമി യാഗമാണ് ദൈവം സ്വീകരിക്കുന്നത്. നമ്മുടെ യാഗങ്ങളൊക്കെ മറ്റെല്ലാത്തിൽ നിന്നും മാറിയായിരിക്കണം. പലപ്പോഴും നമ്മുടെ യാഗങ്ങളിൽ ദൈവം പ്രസാദിക്കാത്തത് ലോകത്തിൻ്റെ എല്ലാ ആഡംബരങ്ങളും അതിൻ്റെ മധ്യത്തിൽ നമ്മുടെ യാഗം ദൈവം പ്രസാദിക്കുകയില്ല. 4-ാം വാക്യത്തിൽ മിസ്രയീം രാജാവ് അവരോട്, മോശെ അഹരോനെ, നിങ്ങൾ ജനങ്ങളെ വേല മെനക്കെടുത്തുന്നത് എന്ത്? നിങ്ങളുടെ ഊഴിയ വേലയ്ക്ക് പോകുകയും എന്ന് പറഞ്ഞു. നിങ്ങൾ ജോലിക്കാരെ മെനക്കെടുത്താതെ നിങ്ങൾ നിങ്ങളുടെ പണിക്ക് പോകാൻ ഈ രാജാവ് അഹങ്കാരത്തോടെ ദൈവം അയച്ച മോശയും ദൈവം അയച്ച അഹരോനെയും തള്ളിക്കളയാറുണ്ട്. ഇങ്ങനെ നമ്മളും തള്ളിക്കളയാറുണ്ടല്ലേ. നമ്മൾ ദൈവദിനം പറയുന്നവരെയും ദൈവദിനത്തെ തള്ളിക്കളഞ്ഞ് ഉപേക്ഷിക്കുന്നവരാണ് നമ്മൾ. ദേശത്ത് ജനം ഇപ്പോൾ വളരെ ആകുന്നു, നിങ്ങൾ അവരെ ഊഴിയ വേല മെനക്കെടുത്തത് എന്ത് എന്ന് ഫറവോൻ പറഞ്ഞു. ഒന്നാമത് ആൾ കൂടുതലാണ്, അതിൻ്റെ ഇടയിൽ നിങ്ങൾ വന്ന് ഈ മെനക്കേട് കമ്പനിക്ക് വന്നിരിക്കുന്നു. 6-ാം വാക്യത്തിൽ അന്ന് ഫറവോൻ ജനത്തിൻ്റെ ഊഴിയ വിചാരകന്മാരോടും പ്രമാണികളോടും കൽപ്പിച്ചെന്നാൽ ഇഷ്ടിക ഉണ്ടാക്കുവാൻ ജനത്തിന് മുമ്പിലത്തെ പോലെ ഇനി വൈക്കോൽ കൊടുക്കരുത്, അവർ തന്നെ പോയി വൈക്കോൽ ശേഖരിക്കട്ടെ. എങ്കിലും ഇഷ്ടയുടെ കണക്ക് മുമ്പിലത്തെ പോലെ തന്നെ അവരുടെ മേൽ ചുമത്തണം, ഒട്ടും കുറയ്ക്കരുത്. അവർ മടിയന്മാർ, അതുകൊണ്ടാകുന്നു ഞങ്ങൾ പോയി ഞങ്ങളുടെ ദൈവത്തിന് യാഗം കഴിക്കട്ടെ എന്ന് നിലവിളിക്കുന്നു. അവരുടെ വേല അതിഭാരമായിരിക്കട്ടെ, അവരതിൽ കഷ്ടപ്പെടട്ടെ, അവരുടെ വ്യാജ വാക്കുകൾ കേൾക്കരുത്. അങ്ങനെ ജനത്തിൻ്റെ ഊഴിയ വിചാരകന്മാരും പ്രമാണികളും ചെന്ന് ജനത്തോട്, നിങ്ങൾക്ക് വൈക്കോൽ തരികയില്ല, നിങ്ങൾ തന്നെ പോയി കിട്ടുന്നിടത്ത് നിന്ന് വൈക്കോൽ ശേഖരിപ്പീൻ, എങ്കിലും നിങ്ങളുടെ വേലയിൽ ഒട്ടും കുറയ്ക്കുകയില്ല എന്ന് ഫറവോൻ കൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞു. എന്തൊരു അഹങ്കാരമാണ് നോക്കിയേ, ഓർത്തേ. ദൈവം കൽപ്പിക്കുന്നതിന് ആ ദൈവമക്കളെ ഇന്നും കഷ്ടപ്പെടുത്തുന്ന അനുഭവം സംഭവിക്കുന്നെങ്കിൽ ഇതുതന്നെയാണ്. ഒരു യഹോവയുടെ അരുളപ്പാട് അറിയിച്ചവന് കിട്ടിയ മറുപടിയാണിത്. ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുമ്പോൾ അതിന് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട്, അന്നുകൊണ്ട് ഇന്നുമുണ്ട്. അതിനെ നേരിടാനായിട്ടുള്ള കൃപ നൽകണം. പുറപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ അങ്ങനെ ജനം വൈക്കോലിന് പകരം താളടി ശേഖരിപ്പാൻ മിസ്രയീം ദേശത്ത് എല്ലാവരും ചെതറി നടന്നു. ഊഴിയ വിചാരകന്മാർ അവരെ ഹേമിച്ചു. വൈക്കോൽ കിട്ടി വന്നപ്പോൾ ഉള്ളതിന് ശരിയായി നിങ്ങളുടെ നിത്യവേല ദിവസവും തേക്കണമെന്ന് പറഞ്ഞു. ഫറവോൻ്റെ ഊഴിയ വിചാരകന്മാർ ഇസ്രായേൽ മക്കളുടെ മേലാക്കിയിരിക്കുന്ന പ്രമാണികളെ അടിച്ചു. നിങ്ങൾ ഇന്നലെയും ഇന്നും മുമ്പിലത്തെ പോലെ ഇഷ്ടിക തേക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു. അടിച്ച് ഉപദ്രവിക്കുകയാണ്. അതുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾ ചെന്ന് ഫറവോനോട് നിലവിളിച്ചു, അടികളോട് ഇങ്ങനെ ചെയ്യുന്നത് എന്ത്? നിലവിളി ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവമക്കളെ ഉപദ്രവിച്ചതിൻ്റെ നിലവിളി ദൈവസന്നിധിയിൽ എത്തുമ്പോൾ അടിയങ്ങൾക്ക് വൈക്കോൽ തരാതെ ഇഷ്ടിക ഉണ്ടാക്കുവിൻ എന്ന് അവർ പറയുന്നു. അടിയങ്ങളെ തല്ലുന്നു, അത് നിന്റെ ജനത്തിന് പാപമാകുന്നു എന്ന് പറഞ്ഞു. വളരെ വ്യക്തമായി യഹോവയുടെ അരുളപ്പാട് അവരെ അറിയിക്കുകയാണ്. അവരെ ഉപദ്രവിക്കുന്ന ഉപദ്രവം
ഒരു കാലത്ത് മിഷണറിമാർ വരുന്നതിന് മുമ്പ് തന്നെ ഇത് തന്നെ ഇവിടെ ഭാരതത്തിൽ, കേരളത്തിൽ, നമ്മുടെ സാക്ഷരസുന്ദര കേരളത്തിൽ ഇത് തന്നെയായിരുന്നു നൽകുന്നത്. എന്നാൽ അവരുടെ വേദന, അവരുടെ നിലവിളി സ്വർഗത്തിലെത്തി. കേണൽ മൺട്രോയിലൂടെ മിഷണറിമാരെ നമ്മൾക്ക് ലഭിച്ച്, LMS CMS ബാസിൽ മിഷൻ മിഷണറിമാരെ ലഭിച്ച് അതിന് ദൈവികമായ സ്വർഗീയമായ അനുഭവം നമ്മൾക്ക് തന്നു. അത് ജനത്തിന് പാപമാണ്. ഇന്നും ദൈവമക്കളെ ഉപദ്രവിക്കുന്നത് പാപമാണ്. സാധുക്കളായ ദൈവമക്കളെ 17-ാം വാക്യത്തിൽ അതിന് അവൻ മടിയന്മാരാകുന്ന നിങ്ങൾ മടിയന്മാർ, അതുകൊണ്ട് ഞങ്ങൾ പോയി യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങൾ മടിയന്മാർ, അതുകൊണ്ടാണ് പോയി പ്രാർത്ഥിക്കണമെന്ന് പറയാനെന്ന് പറയുന്നത്. അതല്ലേ പ്രാർത്ഥിക്കുന്നവരെ കളിയാക്കി കളിയാക്കുന്നവരിന്നുമില്ലേ? പ്രാർത്ഥനക്കാരെല്ലാം കള്ളന്മാരാണ്, ചുമ്മാ വേല ചെയ്യാതെ ചുമ്മാ നടക്കുകയാണെന്ന് പറയുന്നവരില്ലേ? പോയി വേല ചെയ്യുവീൻ, വൈക്കോൽ തരികയില്ല, ഇഷ്ടിയ കണക്ക് പോലെ കേൾപ്പിക്കണമെന്ന് കൽപ്പിക്കുകയാണ്. പിന്നെയും കൽപ്പിക്കുകയാണ് 18-ാം വാക്യത്തിൽ. 19-ാം വാക്യത്തിൽ ദിവസം തോറുമുള്ള ഇഷ്ടിയ കണക്കിൽ ഒന്നും കുറയ്ക്കരുതെന്ന് കൽപ്പിച്ചപ്പോൾ തങ്ങൾ വിഷമത്തിലായി എന്ന് ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾ കണ്ടു. അവൻ ഫറവോനെ വിട്ട് പുറപ്പെടുമ്പോൾ മോശയും അഹരോനും വഴിയിൽ നിൽക്കുന്നത് കണ്ടു. അവരോട്, നിങ്ങൾ ഫറവോൻ്റെ അവൻ്റെ ഭൃത്യന്മാരുടെയും മുമ്പാകെ ഞങ്ങളെ നാറ്റി ഞങ്ങളെ കൊല്ലുവാൻ അവരുടെ കയ്യിൽ വാൾ കൊടുത്തതുകൊണ്ട് യഹോവ നിങ്ങളെ നോക്കി ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു. ഭയങ്കരമായിപ്പോയി. അവർ നന്മയ്ക്ക് വേണ്ടി ദൈവം കൽപ്പിച്ചതനുസരിച്ച് ചെയ്തതാണ്. പക്ഷേ കുറ്റം ഇപ്പം അവരെല്ലാം അവരുടെ മോചനത്തിന് വേണ്ടി പറയുമ്പോഴും കുറ്റം അവരുടെ മേൽ പറയുകയാണ്. കുറ്റം മോശ അഹരോനെ പറയുകയാണ്. അവിടെ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് പലപ്പോഴും നമ്മൾ കുറ്റം കേൾക്കേണ്ടി വരും. അതിലൊരു പ്രയാസവും ഉണ്ടായിരുന്നു നമുക്ക്. അതിന് നേരിടാൻ നമുക്ക് സാധിക്കും. 22-ാം വാക്യത്തിൽ അപ്പോൾ മോശ യഹോവയുടെ അടുക്കൽ ചെന്ന്, കർത്താവേ, നീ ജനത്തിന് ദോഷം വരുത്തിയതെന്ത്? നീ എന്നെ അയച്ചത് എന്തിന്? ഞാൻ നിൻ്റെ നാമത്തിൽ സംസാരിപ്പാൻ ഫറവോൻ്റെ അടുക്കൽ ചെന്നത് മുതൽ അവൻ ഈ ജനത്തോട് ദോഷം ചെയ്തിരിക്കുന്നു. നിൻ്റെ ജനത്തെ നീ വിളിച്ചതുമില്ല എന്ന് പറഞ്ഞു. ഒരു കംപ്ലൈൻ്റായിട്ട് അവിടെ പറഞ്ഞ് നിർത്തുകയാണ്. 5-ാം വാക്യം 21 വാക്യങ്ങൾ അവസാനിക്കുമ്പോൾ ദൈവം ഇവരോട് സംസാരിക്കുന്ന ആ സംഭാഷണത്തിലൂടെ ഫറവോൻ തൻ്റെ ജനത്തെ കൂടുതൽ ഉപദ്രവിക്കുന്നു. അതുകൊണ്ട് ഈ ഉപദ്രവങ്ങളുടെ മധ്യത്തിൽ ഈ കനാനിൽ പ്രവേശിക്കുവാൻ ദൈവമക്കളാകുന്ന നമ്മൾക്ക് കനാൻ ദേശത്ത് പ്രവേശിക്കണമെങ്കിൽ അതിന് ഈ ത്യാഗത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ത്യാഗത്തിലൂടെ മാത്രമേ കനാൻ ദേശത്ത് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, ത്യാഗം ചെയ്യുവാൻ, കനാനിൽ പ്രവേശിക്കുവാനുള്ള ആവശ്യമായ ദൈവകൃപയും ദൈവശക്തിയും ഞങ്ങൾക്ക് നൽകണമേ. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവശക്തി അയക്കണമേ. ഞങ്ങളുടെ നോമ്പ് ധ്യാനത്തിലൂടെ കനാൻ പ്രവേശനം സാധ്യമാക്കി തരണം. യേശു മൂലം തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.